മറ്റൊരു വിഷയത്തിലേക്ക് പോവുകയാണ്. മറ്റൊരു വിഷയം എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം, പരസ്യ പ്രചാരണം അവസാനിക്കാൻ ഇനി കൃത്യം ഒരാഴ്ചയേ ഉള്ളൂ. ഈ ഒരാഴ്ചയാകുമ്പോഴും കൺക്ലൂസീവായി എന്താണ് ട്രെൻഡ് എന്ന് പറയാൻ ഇലക്ഷൻ പണ്ഡിറ്റുകൾക്ക് പോലും കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്താണ് വോട്ടർമാർ ചിന്തിക്കുന്നത്? വോട്ടർമാർ ഒരു തീരുമാനത്തിൽ എത്തിക്കഴിഞ്ഞോ? ഇനിയും ചാഞ്ചാടി നിൽക്കുന്ന വോട്ടുകളുണ്ടോ, വോട്ട് ബാങ്കുകളുണ്ടോ? എങ്കിൽ അവരൊക്കെ എന്തായിരിക്കും ചിന്തിക്കുന്നുണ്ടാവുക? ആ വോട്ട് ബാങ്കിനെ സ്വാധീനിക്കാൻ മുന്നണികൾ എന്തൊക്കെ അടവുകളായിരിക്കും പുറത്തെടുക്കുക? ഇതുവരെ പുറത്തു കൊണ്ടുവന്ന ഡീൽ, ആരോപണ പ്രത്യാരോപണങ്ങൾ ആ വോട്ടുകളെ മറിക്കാൻ സഹായകരമാണോ? അതല്ല, ഇനി അവസാന മണിക്കൂറുകളിൽ പുതിയ തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ വരുമോ എന്നതാണ് പരിശോധിക്കുന്നത്. ആദ്യം എഡിറ്ററിലേക്ക്, ഈ ഇതുവരെയുള്ള പ്രചാരണം നോക്കുമ്പോൾ, ഇനി മുൻകാല തെരഞ്ഞെടുപ്പുകളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്താ തോന്നുന്നത്? ഒരു ജനങ്ങൾ നേരത്തെ ആർക്കെങ്കിലും വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നാണോ? അതല്ല, ഈ മുന്നണികളൊക്കെ കൺഫ്യൂസ്ഡ് ആണോ? വോട്ടർമാർ എന്ത് ചിന്തിക്കുന്നു എന്നതിനെ പറ്റി? അല്ല അജിംസ്, ഇതിൽ ഈ വോട്ട് ബാങ്കിനെ കുറിച്ച് പറഞ്ഞല്ലോ. നമുക്ക് ഏറ്റവും അധികം സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു വോട്ട് ബാങ്കായിട്ട് ഞാൻ കാണുന്നത് യഥാർത്ഥത്തിൽ ഇപ്പോൾ BJP വോട്ടുകളെയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ, അവർ ഒരു പാർട്ടി എന്ന നിലയിൽ അവർക്ക് സമാഹരിക്കാവുന്ന മുഴുവൻ വോട്ടുകളും സമാഹരിക്കുക എന്നൊരു നയം അവർ ഈ തെരഞ്ഞെടുപ്പിൽ ഉദ്ദേശിക്കുന്നേയില്ല എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം എന്താ വെച്ചാൽ, നമ്മൾ ഒരുപാട് സീറ്റുകൾ വിട്ടുകൊടുത്തതിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു. അതുകൂടാതെ അവർ ഈ തിരഞ്ഞെടുപ്പിൽ അവർ പ്രയോഗിക്കുന്ന ഒരു തന്ത്രം എന്താണ് അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നമ്മൾ കേൾക്കുന്നുണ്ടോ? ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു എന്താണ് അവർ മുന്നോട്ട് വയ്ക്കുന്ന ആശയം? ആർക്കെതിരാണവർ? എന്താണ് ധാരാളമായി നരേന്ദ്രമോദി സർക്കാരിനെ പരസ്യമാണ്. ആ പരസ്യങ്ങൾ അവിടെ പരസ്യമാണ്. ആ പരസ്യങ്ങൾ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് എന്നുള്ളതല്ല. അത് യഥാർത്ഥത്തിൽ അവർ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മളിപ്പോൾ നിത്യവും നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളിൽ അവർ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇൻവോൾവ്മെന്റ് കാണാൻ അവർ മുകൾ തട്ടിലില്ല, താഴെ തട്ടിലാണ് അവർ. അങ്ങനെ നിൽക്കുന്നതിന് പിന്നിൽ, ആ സൈലൻസിന് പിന്നിൽ, കമ്പാരിറ്റീവ്ലി ആയിട്ടുള്ള ആ സൈലൻസിന് പിന്നിൽ ഒരു സംഗതിയാണുള്ളത്. അവരിപ്പോൾ നമ്മൾ തുടക്കത്തിലൊക്കെ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിലൊക്കെ നമ്മൾ പറഞ്ഞ ഒരു 30 മണ്ഡലം അവർ കേന്ദ്രീകരിക്കുന്നു. 30 മണ്ഡലം കേന്ദ്രീകരിക്കുന്നു എന്ന് പറയുന്നിടത്തുനിന്ന് അതൊക്കെ പോയി അവരൊരു 11 മണ്ഡലം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് മേൽക്കൈ കിട്ടിയ, അവർ ഒന്നാമതെത്തിയ 11 മണ്ഡലങ്ങൾ എന്ന് പറയുന്നു. ആ 11 മണ്ഡലങ്ങളിൽ നേമം, കാട്ടാക്കട, കഴക്കൂട്ടം, തുടങ്ങിയ വട്ടിയൂർക്കാവ് തുടങ്ങിയ മണ്ഡലങ്ങളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അവിടെ ശരിയായ മത്സരം നടക്കുന്നുണ്ട് താനും. പിന്നെ എവിടെയാണ് ഇവർ വിജയിക്കാൻ ഉദ്ദേശിക്കുന്നത്? 5 മണ്ഡലം. അല്ല, പിന്നെ എവിടെയാണ് ഇവർ വിജയിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അവർക്ക് അത് മതി. ആ 5 മണ്ഡലങ്ങളിൽ ജയിച്ചു വരിക എന്നുള്ളത് മാത്രമാണെങ്കിൽ നമ്മൾ ഈ ഡീലിനെ കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ല. മറ്റെവിടെയോ ആ ഡീൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണല്ലോ നമ്മൾ പറയുന്നത്. അത് ഏത് മണ്ഡലങ്ങളാണ്? ഇപ്പൊ ചാത്തന്നൂർ പറയുന്നുണ്ട്. ചാത്തന്നൂര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് മുന്നണി സ്ഥാനാർത്ഥികൾ, അതായത് LDFന്റെയും UDFന്റെയും സ്ഥാനാർത്ഥികൾ വേണ്ടത്ര സജീവമല്ല, അല്ലെങ്കിൽ അവരത്ര ശക്തരല്ല എന്നുള്ള ഒരു അഭിപ്രായം പൊതുവിൽ വന്നിട്ടുണ്ട്. അതേസമയം അവിടെ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും 2ാം സ്ഥാനത്ത് വന്ന BB ഗോപകുമാർ തന്നെയാണ് ഇത്തവണ മത്സരിക്കുന്നത്. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് BB ഗോപകുമാറിനുണ്ട്. അതുകൊണ്ട് ആ ചാത്തന്നൂർ മണ്ഡലത്തിൽ അവർക്കൊരു മേൽക്കൈയുണ്ട് എന്ന നിലയിൽ പറയുന്നുണ്ട്. ഞാൻ നോക്കിയപ്പോൾ തൃശ്ശൂരാണല്ലോ അവർ ലോക്സഭയിൽ വിജയിച്ച മണ്ഡലം. അവിടുത്തെ നിയമസഭാ മണ്ഡലങ്ങളിൽ എവിടെയും യഥാർത്ഥത്തിൽ അവർക്ക് വിജയിച്ചു വരാവുന്ന തരത്തിലുള്ള സ്ഥാനാർത്ഥികളെ നിർത്തുകയോ ഫൈറ്റ് നടത്തുകയോ അവർ ചെയ്യുന്നില്ല. അപ്പോൾ പേരിന് സ്ഥാനാർത്ഥികളുണ്ട് പലയിടത്തും. നമ്മൾ കാര്യമായി അവർ സ്ഥാനാർത്ഥികളെ നിർത്തുമെന്ന് വിചാരിച്ചെടുത്ത് പോലും 2020 BDJS മത്സരിക്കുകയാണ്. ഇപ്പോൾ കുന്നംകുളത്തെ സ്ഥാനാർത്ഥി BDJS ആണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? അവർ അവരുടെ വോട്ട് ബാങ്ക് എന്തോ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പോവുകയാണ്. ആ ആവശ്യം എന്താണ് എന്നുള്ളതാണ്. ആ ആവശ്യം എന്താണെന്നുള്ളതായിരിക്കും ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിലെ ഒരു പ്രധാന സംഗതിയായി മാറുക എന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ജനങ്ങൾക്കിടയിൽ ഭരണവിരുദ്ധ വികാരമുണ്ട്, ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല. അത് കേവലം ഒരു വികസന വിഷയത്തെ മാത്രം ഊന്നി നിന്നിട്ടുള്ളതല്ല. 5 വർഷത്തെ അല്ലെങ്കിൽ 10 വർഷത്തെ ഭരണത്തെ മുൻനിർത്തി അവർക്കൊരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാട് ഈ തെരഞ്ഞെടുപ്പിൽ ചിലപ്പോൾ അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ VD സതീശനെ പോലുള്ള ആളുകൾ 100 സീറ്റ് എന്ന ഒരു സങ്കല്പം പറയുന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും അധികം അവർ കാണുന്നത് വികസന, നമ്മളിപ്പോൾ ചില മണ്ഡലങ്ങളിൽ ഇപ്പോൾ ബാലുശ്ശേരി അതുപോലെ പേരാമ്പ്രയിലൊക്കെ കാണുന്ന ഇളക്കങ്ങൾ അത് ചെറുതല്ല, നല്ല ഇളക്കങ്ങളാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു അടിത്തട്ടിൽ ഒരു ഭരണവിരുദ്ധ വികാരം, അത് ഞാൻ വീണ്ടും പറയുന്നു, ഗവേണൻസിനെതിരായിട്ടുള്ളതല്ല, പക്ഷേ ഈ മുന്നണിക്കും ഈ പാർട്ടിക്കും ഈ മുഖ്യമന്ത്രിക്കും എതിരായ ഒരു വികാരം താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്നുണ്ടാവണം. അത് ശക്തമായി പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മൾ ഈ പറയുന്നതിനപ്പുറം UDFന്റെ നേട്ടങ്ങൾ പോകുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ശരി, ഈ മുന്നണിയുടെയും പാർട്ടിയുടെയും ജിമ്മി, ഈ പോളിസികൾക്കെതിരായിട്ടുള്ള ജനരോഷം അങ്ങനെയൊന്നുണ്ടല്ലോ, അതിപ്പോൾ നമ്മൾ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ്. ഗവേണൻസിനെതിരെ ഒരു ഭരണവിരുദ്ധ വികാരമില്ല എന്നൊരു നറേറ്റീവ് ശരിയാണോ? അങ്ങനെയെങ്കിൽ ഈ കാണായ സമരമൊക്കെ കാണുന്നത് എന്തിനാണ്? അങ്ങനെയല്ല. ഈ തെരഞ്ഞെടുപ്പിൽ
ഇതെന്നല്ല ഏത് തെരഞ്ഞെടുപ്പിലും ജനങ്ങൾ അങ്ങനെ മികച്ച ഭരണം മോശം ഭരണം അത് മാത്രമല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് സർ സി പി ഐ ഇവിടുന്ന് നാട് കടത്തിയപ്പോൾ സർ സി പി എന്താ ഭരണത്തിൽ മോശമായിരുന്നു. സർ സി പി യുടെ വേറെ രീതിയിലുള്ള അടിച്ചമർത്തലുള്ളൊരു വലിയ ജനവികാരമായിരുന്നു അല്ലേ. ഇപ്പോൾ അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധി ട്രെയിനിൽ കൃത്യസമയത്ത് ഓടി. അവിടെ മുതൽ ഒരുപാട് കൃത്യനിഷ്ഠയുടെയും മറ്റേ നടപടിക്രമങ്ങളുടെയും അതല്ല LDF സർക്കാർ എന്ന് പറയാനല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ അതല്ല നമ്മൾ ഈ ഭരണം നന്നായാൽ സർക്കാർ വീണ്ടും വരും എന്നതിനകത്ത് വലിയ അടിസ്ഥാനമൊന്നുമില്ല. വേറെ ഒരുപാട് കാര്യങ്ങളുടെ ഒരു കോമ്പിനേഷനാണ് ഒരു തെരഞ്ഞെടുപ്പിലെ ജനങ്ങളുടെ വിധി എന്ന് പറയുന്നത്. അതെന്തായാലും നമ്മുടെ തെരഞ്ഞെടുപ്പ് രംഗത്തെ വിദഗ്ധന്മാർ പറഞ്ഞനുസരിച്ചാണെങ്കിൽ ജനം തീരുമാനിച്ചു കഴിഞ്ഞു. അതായത് ഇനിയുള്ളതൊക്കെ ഈ പടപ്പെ തല്ലുന്നതാണ്. ജനങ്ങളുടെ തീരുമാനം ഏതാണ്ട് അവർ ഉറപ്പിച്ചു കഴിഞ്ഞെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയാണ് പല സീഫോളജിസ്റ്റുകളും പറയുന്നത്. ഇവിടെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത്രയും ഇതിലും വലിയ കാടലൊക്കെയുള്ള വലിയ കുറേ കാലം ഉണ്ടായിരുന്നു ആ ക്യാമ്പയിൻ സമയമൊക്കെ. ആരെങ്കിലും UDF തൂത്തുവാരും എന്ന് പ്രതീക്ഷിച്ചിരുന്നു? ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. എനിക്കത് സെൻസ് ചെയ്യാൻ പറ്റിയതുമില്ല സത്യമായിട്ട്. അപ്പോൾ നമ്മുടെയൊക്കെ കണക്കൂട്ടലിന് അപ്പുറത്തുള്ള ഒരു വലിയ ജനവികാരം ഉണ്ടായി. അണ്ടർ കറണ്ട് അങ്ങനെ ഒരു അണ്ടർ കറണ്ട് ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ കാണുന്ന നമുക്ക് ലഭിക്കുന്ന പല ഒപ്പീനിയൻ സർവേകളുടെയും അടിസ്ഥാനത്തിൽ ഒരു നേരിയ എഡ്ജ് എന്നതാണ്. ഒരാളും ഇപ്പുറത്ത് പറയുന്നില്ല LDFനല്ല നേരിയ എഡ്ജ്, UDFന് ഒരു നേരിയ എഡ്ജ് എന്നുള്ളതാണ് പറഞ്ഞു വയ്ക്കുന്നത്. അത് കുറച്ചുകൂടെ കൂടി 80 വരെയൊക്കെ പോകാനുള്ള സാധ്യതയുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ. ശരിയായിക്കോളും എൻ്റെ ഒരു തോന്നലാണ്. അതിനൊരു കാരണം കൂടിയുണ്ട്. BJP ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളെ കണക്കെടുത്താൽ പാലക്കാട് ഒഴിച്ച് ബാക്കി സ്ഥലങ്ങളെല്ലാം ലെഫ്റ്റിന് നഷ്ടപ്പെടാൻ പോകുന്ന മണ്ഡലങ്ങൾ കൂടിയാണ്. അതിപ്പോൾ ചാത്തന്നൂരായാലും നേമമായാലും അതുപോലെ തന്നെ കഴക്കൂട്ടമായാലും ഒക്കെ. കാസർഗോഡ് അങ്ങനെ ഉണ്ടാവില്ല, അതായത് മഞ്ചേശ്വരത്ത് അങ്ങനെ ഉണ്ടാവില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് കേൾക്കുന്ന വിവരം. അപ്പോൾ ഒരു നെക്ക് ടു നെക്ക് ഫൈറ്റാണ്. അതിൽ UDFനൊരു നേരിയ എഡ്ജ് എല്ലാവരും പ്രവചിക്കുന്നു. ഒപ്പം BJP എടുക്കാൻ പോകുന്നത് UDFൻ്റെ സീറ്റുകളാണ് എന്നതാണ്. അപ്പോൾ ഒരു നെക്ക് ടു നെക്ക് ഫൈറ്റിൽ അണ്ടർ കറൻസ് കഴിഞ്ഞ തവണത്തെ പോലെ ശക്തമല്ലെങ്കിൽ പോലും ഒരു UDFന് അനുകൂലമായ എഡ്ജ് എന്നാണ് ഞാനിപ്പോൾ അസസ് ചെയ്യുന്നത്. ശരി സാജു, പെട്ടെന്ന് അതായത് BJP ഒരു എന്താണ് കിങ് മേക്കറായി മാറുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ? അങ്ങനെ ഏതായാലും പറയാൻ പറ്റില്ല. പക്ഷേ BJP പിടിക്കുന്ന വോട്ടുകൾ നേരത്തെ ജിമ്മി പറഞ്ഞ പോലെ വളരെ പ്രധാനപ്പെട്ടതായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ എന്നുള്ളതാണ്. BJP എത്ര സീറ്റ് നേടും എന്നത് മുതൽ തന്നെ BJP ആരുടെ വോട്ട് എവിടെ നിന്നൊക്കെ പിടിക്കും എന്നുള്ളത് ജയപരാജയങ്ങളെ നിർണ്ണയിക്കും. പിന്നെ തരംഗത്തെക്കുറിച്ച് ചോദിച്ചാൽ ആ തരംഗം പുറത്തേക്ക് വരാതിരിക്കാൻ അല്ലെങ്കിൽ മേൾത്തട്ടിൽ കാണാതിരിക്കാൻ നമ്മുടെ ഇലക്ഷൻ മാനേജർമാർ നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സർക്കാരാണെങ്കിൽ നേരത്തെ സർക്കാർ തലത്തിൽ തന്നെ വലിയ രീതിയിലുള്ള ക്യാമ്പയിൻ തുടങ്ങി. ചാനലുകൾ മുഴുവൻ പരസ്യങ്ങൾ, പത്രങ്ങൾ മുഴുവൻ പരസ്യങ്ങൾ, പിന്നീട് ഹോൾഡിങ്സ്, അങ്ങനെ എങ്ങോട്ട് നോക്കിയാലും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന രീതിയിൽ കൊണ്ടുവന്നിട്ട് ഈ അടിത്തട്ടിലുണ്ടായ തരംഗങ്ങളെ പുറത്തേക്ക് എത്തിക്കാതെ അത് വേറൊരു തലം നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ നോക്കൂ, 2021 മുമ്പുള്ള കാലത്തെ പോലെയാണോ ഇപ്പോൾ ഉള്ളത്? അല്ല. അതിനുശേഷം നടന്ന തിരഞ്ഞെടുപ്പുകൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ലോക്സഭ, തദ്ദേശം, അതുപോലെ തന്നെ ഉപതെരഞ്ഞെടുപ്പുകൾ എല്ലാം നോക്കിക്കഴിഞ്ഞാൽ തിരിച്ചടി ആർക്കാണ്? LDFന് തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. ഭരണത്തിലിരിക്കെ തന്നെ ഒരു നേട്ടവും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ചേലക്കര പോലും നിലനിർത്തുമ്പോൾ പോലും വലിയ രീതിയിലുള്ള വോട്ട് നഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായും അതിനിടയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴെന്താണ് വാരിക്കോരി പ്രഖ്യാപനം നടത്തിയത് അല്ലേ? അതായത് നിയമസഭാ സമ്മേളനത്തിൽ ബജറ്റിൽ പ്രഖ്യാപിക്കുന്ന പോലെയായിരുന്നു ഒരു ക്യാബിനറ്റ് കഴിഞ്ഞിട്ടുള്ള പ്രഖ്യാപനങ്ങൾ. വാരിക്കോരി ക്ഷേമം കൊടുത്തില്ലേ? എന്നിട്ട് ജനം എന്ത് ചെയ്തു? ജനം അതിനു മുമ്പേ തീരുമാനമെടുത്ത് വോട്ട് രേഖപ്പെടുത്തി. ജനം വാരി ഭിത്തിയിൽ ഒട്ടിച്ചു എന്ന പ്രയോഗമായിരിക്കും ഏറ്റവും ചേരുക. അതുപോലെ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തുള്ള സർവേകൾക്ക് മുകളിലേക്ക് UDF പോകാനുള്ള സാധ്യതകളെ തള്ളിക്കളയാൻ കഴിയില്ല. കാരണം വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. UDFൻ്റെ ഇപ്പോഴത്തെ പ്രവർത്തനത്തിൻ്റെ രീതി ഒന്ന് നോക്കൂ. സാധാരണ UDFകാർ കളത്തിലിറങ്ങാൻ കുറച്ച് പണിയാണ്. അതിൻ്റെ ഇലക്ഷൻ മാനേജർമാർ വലിയ പണിപ്പെട്ടിട്ടേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ നോക്കൂ, UDFൻ്റെ മിക്കവാറും സ്ഥലങ്ങളിൽ തന്നെ ഇറങ്ങുന്നുണ്ട്. അതായത് 10 വർഷത്തെ ഒരു വരൾച്ച മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ജയിക്കുമെന്ന തോന്നലുണ്ടായപ്പോൾ വലിയ ആത്മവിശ്വാസത്തോടു കൂടി UDF പ്രവർത്തകർ പലയിടത്തും ഇറങ്ങുന്ന കാണാം. അതുപോലും ഒരു സൂചനയാണ് അവർ പണിയെടുക്കുന്നുണ്ട് എന്ന്. ശരി, ഉത്തരേന്ത്യയിൽ നിന്ന് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്യാൻ എത്തിയ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത് ഹൈവേയിലൂടെ സഞ്ചരിക്കുമ്പോൾ ആകെ കാണുന്നത് ഇവിടെ LDFും NDAയും തമ്മിലാണ് മത്സരമെന്നാണ്. കോൺഗ്രസിൻ്റെ ഒരു ഹോൾഡിങ്ങും കാണുന്നില്ല. മത്സരം BJPയും CPMും തമ്മിലാണോ എന്ന് പോലും അവർ സംശയിച്ചു പോയി. പക്ഷേ ഗ്രൗണ്ടിൽ അങ്ങനെയല്ല കാര്യങ്ങൾ. ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുമ്പോഴാണ് ഇത് മത്സരം വേറെയാണ് എന്ന് അവർക്ക് പോലും മനസ്സിലാവുന്നത്. എന്തായാലും ഈ അടിയൊഴുക്ക് കണ്ടുപിടിക്കാനുള്ള ഉപകരണം തൽക്കാലം സിഫോളജിസ്റ്റുകൾക്ക് പോലും ഇപ്പോഴില്ല. പക്ഷേ അടിയൊഴുക്ക് എന്താണെന്നൊക്കെ പ്രവചിക്കാൻ ഏറെക്കുറെയൊക്കെ ശരിയായി പ്രവചിക്കാൻ കഴിയും. നമുക്ക് കാത്തിരിക്കാം.